കോൺഗ്രസ് പ്രകടനത്തിന് നേരെ ആക്രമണം നടത്തുകയും DCC അംഗമായിരുന്ന ദിനേശ് മംഗലശ്ശേരിയെ വധിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ CPM മുൻ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ 11 പ്രതികൾക്കും 5 വർഷം തടവും 25,000 രൂപ വീതം പിഴയും ശിക്ഷ ലഭിച്ചിരിക്കുകയാണ്. പിഴ നൽകിയില്ലെങ്കിൽ 1 വർഷം കൂടി അധികമായി തടവ് അനുഭവിക്കണമെന്ന് കൊട്ടാരക്കര അസിസ്റ്റന്റ് സെഷൻസ് കോടതി ജഡ്ജിയായ A. ഷാനവാസ് വിധിച്ചു. പ്രതികളിൽ 10 പേരും CPM DYFE പ്രവർത്തകരാണ്. CPM മുൻ ഏരിയ സെക്രട്ടറിയും നിലവിൽ ഏരിയ കമ്മിറ്റി അംഗവുമായ N. ബേബി, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ K. ശ്രീകുമാർ, B. ജയകുമാർ, S. അരുൺ, CPM പ്രവർത്തകനായ സന്തോഷ്, DYFE പ്രവർത്തകരായ നൈസാം, G. ദീപു, ദിലീപ് തോമസ്, S. അരുൺ ദേവ്, RYF ജില്ലാ കമ്മിറ്റി അംഗം ബിജു ഷംസുദ്ദീൻ എന്നിവരാണ് ശിക്ഷിക്കപ്പെട്ടവർ. 1 മുതൽ 11 വരെ പ്രതികൾക്കും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 143 പ്രകാരം 3 മാസം തടവ്, 147 പ്രകാരം 6 മാസം തടവ്, 307 പ്രകാരം 5 വർഷം തടവും 25,000 രൂപയും പിഴയും വിധിച്ചു. 1, 2, 7 മുതൽ 11 വരെ പ്രതികൾ എന്നിവർക്ക് 148 പ്രകാരം 1 വർഷം തടവ് ശിക്ഷ കൂടി വിധിച്ചിട്ടുണ്ട്. ശിക്ഷയെല്ലാം ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകുന്നതാണ്. 2013 ജൂലൈ 12-നാണ് DCC മുൻ അംഗവും നിലവിൽ കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുമായ ദിനേശ് മംഗലശ്ശേരിക്കു നേരെ ആക്രമണമുണ്ടായത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും കൊടിക്കുന്നിൽ സുരേഷ് MPക്കും അഭിവാദ്യം അർപ്പിച്ച് കൊട്ടാരക്കരയിൽ കോൺഗ്രസ് നടത്തിയ പ്രകടനത്തിന് നേതൃത്വം നൽകിയ ദിനേശ് മംഗലശ്ശേരിയെ പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു. കമ്പിവടിയും വടിവാളും ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ദിനേശ് മംഗലശ്ശേരിയുടെ കൈ ഒടിയുകയും തലയ്ക്ക് വെട്ടേൽക്കുകയും ചെയ്തിരുന്നു. കേസിൽ സാക്ഷികളായ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ കൂറുമാറിയ കേസിൽ ചികിത്സാ രേഖകളും ഡോക്ടർമാരുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും മൊഴികളും അക്രമത്തിന്റെ ദൃശ്യങ്ങളും ശക്തമായ തെളിവുകളായി. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരായ R. സുനിൽകുമാർ, വെളിയം ഷാജി എന്നിവർ ഹാജരായിരുന്നു. രാഷ്ട്രീയ നേതൃത്വത്തെ ഞെട്ടിച്ച കോടതി വിധിയാണ് ഉണ്ടായത്. കോൺഗ്രസ് പ്രകടനത്തെ ആക്രമിക്കുകയും നേതാവായിരുന്ന ദിനേശ് മംഗലശ്ശേരിയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ പ്രതികൾക്കെല്ലാവർക്കും 5 വർഷം തടവ് ശിക്ഷ വിധിച്ചത് കൊട്ടാരക്കരയിലെ രാഷ്ട്രീയ നേതൃത്വത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. 12 വർഷം മുൻപത്തെ കേസിൽ ശിക്ഷിക്കപ്പെടുമ്പോൾ പ്രതികൾക്ക് എല്ലാവർക്കും കോടതിയോട് ബോധിപ്പിക്കാനുണ്ടായിരുന്നത് കുടുംബത്തിന്റെ അത്താണിയാണെന്ന ന്യായമായിരുന്നു. വിവിധ വ്യാപാരങ്ങൾ നടത്തുന്നവരും പ്രതിപ്പട്ടികയിലുണ്ട്. പ്രതികളിലൊരാളുടെ ഭാര്യ കൈക്കുഞ്ഞുമായാണ് വിധി കേൾക്കാനെത്തിയത്. CPM മുൻ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ 11 പേരും കൊലപാതക ശ്രമമെന്ന കുറ്റം ചെയ്തതായി കോടതി കണ്ടെത്തിയിട്ടുമുണ്ട്. എതിർ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്ന ഒറ്റ കാരണത്താലാണ് ദിനേശ് മംഗലശ്ശേരിയെ കൊല്ലാൻ ശ്രമിച്ചതെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. വെണ്ടാർ സഹകരണ സംഘം പ്രസിഡന്റ് പദവി വഹിക്കുന്ന N. ബേബിക്ക് കോടതി വിധിക്ക് പിന്നാലെ സ്ഥാനം നഷ്ടപ്പെടും. ഭാവിയിൽ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനും സാധിക്കുന്നതല്ല. പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട മറ്റ് സഹകരണ സംഘങ്ങളിലെ ജീവനക്കാരായ 2 പേരുടെ ജോലിയെ ഈ വിധി ബാധിച്ചിരിക്കുകയാണ്. എണ്ണം കൂടുതലുണ്ടെന്ന് കരുതി അക്രമ സംഘത്തെ ശിക്ഷിക്കാതിരിക്കുന്നത് അക്രമികൾക്ക് പ്രചോദനമേകുന്നതും നീതിന്യായ സംവിധാനത്തിന്റെ വ്യവസ്ഥയെ ബാധിക്കുന്നതുമാണെന്ന 1994-ലെ ധനഞ്ജയ് ചാറ്റർജിയും ബംഗാൾ സർക്കാരും തമ്മിലുള്ള കേസിലെ മേൽക്കോടതി നിരീക്ഷണം കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായിരുന്നു. മർദ്ദനമേറ്റ മറ്റ് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ കൂട്ടത്തോടെ കൂറുമാറിയ കേസിൽ സാക്ഷികളുടെ എണ്ണത്തേക്കാൾ പ്രധാനം ശക്തമായ തെളിവുണ്ടെന്ന 2021-ലെ ആശാറാം തിവാരിയും മധ്യപ്രദേശ് സർക്കാരും തമ്മിലുള്ള കേസിലെ നിരീക്ഷണവും കോടതി ചൂണ്ടിക്കാട്ടി. പാർട്ടി ഭാരവാഹികളായിരുന്നവർ പോലും കൂറുമാറിയിട്ടും ഒറ്റയ്ക്ക് കേസ് നടത്താൻ ദിനേശ് മംഗലശ്ശേരി കാട്ടിയ ഇച്ഛാശക്തിയുടെ വിജയമാണ് കോടതി വിധിയെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. അതേസമയം കോടതി വിധിയിൽ വലിയ സന്തോഷമുണ്ടെന്നും രാഷ്ട്രീയ ഗുണ്ടായിസം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തിയതെന്നും ദിനേശ് മംഗലശ്ശേരി വ്യക്തമാക്കി. കേസ് ഒത്തുതീർപ്പാക്കാൻ പലരും വന്നിരുന്നു. ഒട്ടേറെ കള്ളക്കേസുകളിൽ തന്നെ പ്രതിയാക്കിയതായും മഹസർ സാക്ഷികളായ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ സ്വന്തം പാർട്ടിക്കാരായ 7 പേരും 2 പോലീസ് സാക്ഷികളും കൂറുമാറിയതായും അദ്ദേഹം വെളിപ്പെടുത്തി. ആരോടും വ്യക്തിപരമായ വിരോധമില്ലെന്നും ദിനേശ് മംഗലശ്ശേരി പറഞ്ഞു.